നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പിളപ്പം എന്ന് പറയും. അത് ഈ മലബാർ ഏരിയയിൽ കുമ്പിളപ്പം എന്ന് പറയും. കോട്ടയം ഭാഗത്തേക്ക് പറയും അത് എടനയപ്പം എന്ന് പറയും. കണ്ണൂർ മേഖലയിലേക്ക് അത് പൂച്ചയപ്പം എന്ന് പറയും. Kung Pao O'Malley, ratoncito le gusta danza cuando estudió en la escuela. Pajarita se cuide botín cuando visita a su abuela. Si necesita una amiga, debe hablar con ratoncito. Si quieres ser mi amante, debe ser alta y delgadita. Lunes, martes. അപ്പം ഞങ്ങൾ എടനയപ്പം ഉണ്ടാക്കാനുള്ള ഇല എടുക്കുകയാണ്. കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള ഇല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. ഇതാ എടുക്കുകയാണ്. ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചക്കപ്പഴം എടുക്കുവാണ്. നാച്ചുറലായിട്ട് തന്നെ കൂനി നമ്മൾ മാറ്റി വെക്കുവാണ്. ചക്കപ്പഴം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് ചക്കക്കുരു മാറ്റണം. ഇത് നല്ല കൂഴച്ചക്കയാണ്. നല്ല 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 മധുരമാണ്. നല്ല തേൻ മധുരമാണിത്. തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്ത് ചോദിച്ചാൽ ഇത് എടുത്തിട്ട് ഒരു 30 ചുളയുടെ ഇത് മതി. 30 വേണം കഷ്ടി. ഒരു 30 എടുത്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. നമുക്ക് ഏകദേശം ചക്കപ്പഴം ഉണ്ടാക്കാനുള്ള ചക്കപ്പഴമായി. ചക്കപ്പഴമായി. ഇനി നമുക്ക് ഈ ഡിഷ് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം. കൈ കഴുകിയിട്ട് ഇനി നമ്മൾ ഈ ചക്കപ്പഴം ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. അരിപ്പൊടിക്കകത്തേക്ക്. അരിപ്പൊടിയാണ് ഈ കാണുന്നത്. ഈ അരിപ്പൊടിക്കകത്തേക്ക് ഈ ചക്കപ്പഴം ഇടുവാണ്. ഈ ചക്കപ്പഴം ഇളക്കുവാണ് അരിപ്പൊടിക്കകത്തിട്ട്. നമുക്ക് കുറച്ച് ചക്കര ഒഴിക്കാം. കുറച്ച് ശർക്കര പിന്നെ ഹൈഡ് ചെയ്യാം. ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഓരോ സാധനങ്ങൾ ചേർക്കാം. ലേശം കൂടി സ്മൂത്താകാനുണ്ട്. ഒന്ന് സ്മൂത്താകട്ടെ. ഇങ്ങനെ നല്ല
നല്ലോണം നല്ല പരുവാക്കിയെടുക്കണം. നല്ല പരുവായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏലക്ക ചേർക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഏലക്ക ചേർക്കുവാണ്. എന്താ ഏലക്ക ചേർത്ത് എന്നിട്ട് ഒന്നും കൂടെ ഇളക്കുക. ഏലക്ക ചേർത്ത് ഇളക്കി. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും കുറച്ച് ജീരകം പാകത്തിന്, ഒത്തിരി വേണ്ട, ഒരു പാകത്തിന് ഇട്ടാൽ മതി. ഒരു ടേസ്റ്റ് കിട്ടാനുള്ള ഒരു പാകത്തിന് മാത്രം. വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി ഉപ്പ് കൊച്ചേ ഇടാവുള്ളൂ. ഒരു തുള്ളി ഇതാ കണ്ടോ, ഒരു മയത്തിന് മാത്രം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഇനി ഒരു ലേശം കൂടെ ചക്കര ഒഴിക്കാം നമുക്ക് ഇതിൻ്റെ അകത്ത്. നല്ലോണം ഇങ്ങനെ ഇളക്കി നല്ല കണ്ടീഷനായിട്ട് നല്ല പരുവത്തിൽ. ഇത് ചക്കയപ്പത്തിനുള്ള സാധനം റെഡിയായി. അരിപ്പൊടി, ചക്ക, പിന്നെ ജീരകം, ഏലക്ക, കുറച്ചുപ്പ്. ചെയ്യുന്ന വിധം ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു 1/2 കിലോ അരിപ്പൊടി വറുത്തത്, അതിൻ്റെ അകത്ത് ഒരു 25 പഴുത്ത ചക്ക പഴത്തിൻ്റെ ചുള, പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് വെള്ളം ഉരുക്കിയത്, ഒരു 1/2 കിലോ വെള്ളത്തിൻ്റെ ഉരുക്കിയത് വേണം. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ജീരകം ഇടാം, കുറച്ച്, പിന്നെ കുറച്ച് ഏലക്ക, പിന്നെ അതിനൊട്ട് ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയൊരു പിന്നെ പറഞ്ഞാൽ മധുരവും ഉപ്പും കൂടി നിൽക്കാനുള്ള ഒരു തുള്ളി ഉപ്പ്, ഒരു കൈ കൊണ്ട് ഒന്ന് തുള്ളി ഉപ്പ് ഇടുക. എന്നിട്ടത് വീണ്ടും ശരിക്കും ഇളക്കി കറക്റ്റാക്കുക. കറക്റ്റാക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അവിടെ വെക്കുക. ഇത് നമ്മൾ ചക്കയപ്പം കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇല എടുക്കുവാണ്. ഇല എടുത്തിട്ട് ഇങ്ങനെ കോട്ടുക. ഇങ്ങനെ കോട്ടണം. കോട്ടിയിട്ട് ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ ഒരു ഇതാക്കുക. ഓക്കെ, ഇങ്ങനെ കോട്ടണം ഈർക്കിൽ കൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയയിലേക്ക് തന്നെ വെച്ചാൽ എല്ലാവരും ഈ നാട്ടുകാരൊക്കെ പൂച്ചയപ്പം എന്നാണ് ഇത് പറയുക. നമ്മുടെ പിന്നെ കോട്ടയം ജില്ല ആ ഭാഗത്തേക്കൊക്കെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് എടനയപ്പം എന്ന് പറയും. എടനയപ്പം എന്ന് പറയും. ഇവിടെ ഉള്ളവർ ചിലർ കുമ്പിളപ്പം എന്ന് പറയും. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം.
നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാവേ. ഇതാ തീ കത്തിക്കാൻ പോവാണേ. ഇത് നമ്മൾ വെള്ളം ഒഴിക്കുവാണ്. അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു. ഒരു തട്ട് മാത്രമേ വെക്കാവുള്ളൂ, ഒറ്റയൊരു തട്ട് മാത്രം, ഒരു തട്ട്. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കുവാണ്. ഇതാ അപ്പച്ചെമ്പ് വെച്ചു. ഒറ്റയൊരു തട്ടേ വെക്കാവുള്ളൂ, 2 തട്ട് വെക്കരുത്. ഓക്കെ, ഇനി വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളയ്ക്കണം. അടച്ചു വെച്ചു. ഓക്കെ, ഇനി മാവ് ഈ കുമ്പിളിലേക്ക് നിറയ്ക്കാൻ പോവാണ്. ഇതാണ്ടോ, എന്നിട്ട് ഈ ഇല കൊണ്ട് ഇങ്ങനെ താഴേക്ക് അമർത്തണം. ഇല കുറേശ്ശെ വെച്ചാൽ മതി. ഇങ്ങനെ കുറേശ്ശെ ഒത്തി കട്ടിയിൽ വെക്കല്ലേ, കട്ടിയിൽ വെക്കാതെ ഇങ്ങനെ കുറേശ്ശെ വെക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭക്ഷണമാണ്. പണ്ട് കാലത്ത് കാരണന്മാരൊക്കെ കുടിയേറി വന്ന കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സാധനം. ഇത് ഉപയോഗിക്കാത്ത വീടുകളില്ല. നമ്മുടെ ഈ മലബാർ ഏരിയയിലെ ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കാത്തവരാരുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് സാധനമാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു അസുഖങ്ങൾ വരുമോ ഒന്നുമില്ല. ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി സാധനമാണ്. നമ്മൾ അരിപ്പൊടിക്കകത്താണല്ലോ ഉണ്ടാക്കുന്നത്. അത് കാരണം ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പണ്ട് കാലത്തൊക്കെ ഇത് തലേദിവസം വൈകുന്നേരം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് കാരണം ഇത് ചക്കയപ്പത്തിൻ്റെ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതാണ് ചക്കയപ്പത്തിനുള്ള ഇത് ഇലക്കകത്ത് നമ്മൾ വെച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് വെക്കുവാണ്. ഇത് തുറന്ന് നമ്മൾ ഇതിലേക്ക് വെക്കുവാണ്. ഇതാ തുറന്നു ഇതിലേക്ക് എടുത്ത് വെക്കുക. ഇതിനെ ഇച്ചിരി ദ്വാരം ഇട്ട് കൊടുക്കണം ഈ നടുക്ക്. എന്നുവെച്ചാൽ എല്ലായിടത്തും എയർ കയറി വരാൻ വേണ്ടി. ഇത് നമ്മൾ അടയ്ക്കുക. അടച്ചു. ഇനി ഇത് വേവട്ടെ. ഇത് നമുക്കൊരു 5 മിനിറ്റ് വേണം. ഇത് റെഡിയായി. നമ്മൾ അടച്ചു വെച്ചു. ഇതിന് വേകട്ടെ 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതെടുക്കാം. ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഇല കിട്ടുകയല്ലാത്ത ഇടനെ ഇല കിട്ടുകയല്ലാത്തവർക്ക് എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഇനി ഇങ്ങനെ ഉണ്ടാക്കാം ഈ അപ്പം. ഇതാ നമ്മൾ മാവ് ഒഴിക്കുന്നു. ഇതിനകത്ത് എണ്ണയും കൂടെ നമ്മൾ ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലേറ്റേൽ ചെറുതായിട്ട് അകത്ത് ആദ്യം എണ്ണ തേച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ അത് നമുക്ക് എവിടെയും പറ്റാതെ നല്ല റെഡി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് നമുക്കിതിനും ഒന്ന് റെഡിയാക്കി പരത്താം. ഇതാ
ഓക്കെ ആയി. ഓക്കെ, ഇതാ നല്ല റെഡിയായി. ഇതാ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഒന്ന് ആക്കണം. കണ്ടോ, ഇതാ ഇങ്ങനെ ഉണ്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തട്ട് വെക്കാം. തട്ട് വെച്ചിട്ട് നമ്മളിതാ ഈ സാധനം ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് ഇതിൻ്റെ അടയ്ക്കണം. കുമ്പിളപ്പം റെഡിയായി, ഇടനയപ്പം റെഡിയായി. നമ്മൾ എടുക്കുവാണ്. ഇതാ കുമ്പിളപ്പം റെഡിയായി. അടിപൊളിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇടനയപ്പം പാത്രത്തിലോട്ട് എടുത്ത് വെക്കുവാണ്. ഇടനയപ്പം റെഡിയായി. പാത്രത്തിലൂടെ എടുത്ത് വെച്ചു. ഇതാണ് ഇതിൻ്റെ രീതി, ഇടനയപ്പത്തിൻ്റെ രീതി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടി. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണോ? ഓക്കെ, ഞാനും കൂടെ നോക്കാം എങ്ങനെ. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു ഫുഡാണ്. നല്ല സുഖം കേട്ടോ, സൂപ്പർ. നമുക്ക് വേണ്ടടാ മന ഒരു കഷ്ണം തിന്നു. സൂപ്പർ. ഓക്കെ. ബൈ.